ഒരു അഡാർ ഐറ്റം ഉണ്ട്, ഒന്ന് പൊളിച്ചാലോ എന്ന വായോ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാണും. ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, വളരെ ഹെൽത്തിയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും, സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെ രുചികരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപുട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതറിയായിരിക്കും. ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഈസിയാണ്, സിമ്പിളാണ്, ഹെൽത്തിയാണ്. ഈ പാൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പുട്ട് പൗഡർ, വെള്ള പുട്ട് പൗഡറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഉപ്പ്, ഷുഗർ, ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്, ഷുഗർ ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പ് മിൽക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടുണ്ട് ഒരു 1/2 കപ്പ്. ഞാൻ 1 കപ്പ് വെച്ചേക്കുന്ന ഒരു 1/2 കപ്പ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ക്യാരറ്റ്, ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് 1 കപ്പ് കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്. പിന്നെ കാർഡമം പൗഡർ ഉണ്ട്, ഒരു 3 പിഞ്ചസ്. പിന്നെ മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്, പലർക്കും ഇതറിയായിരിക്കും. വളരെ ടേസ്റ്റാണ്. നമ്മൾ ആദ്യം വേണ്ടത്, ഒരു ബൗളിലോട്ട് നമുക്ക് ഈ പൗഡർ ആഡ് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് അലിഞ്ഞു പോകും, അതുപോലെ ഒരു ഭയങ്കര ടേസ്റ്റുമാണ്, അത് വളരെ ഹെൽത്തിയുമാണ്. അത് നമ്മൾ അലിഞ്ഞങ്ങ് പോകും. ആദ്യമായിട്ട് നമ്മുടെ ബൗളിൽ ഈ 1.5 കപ്പ് പുട്ടുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ സോൾട്ട് ഇടണം, എടുത്ത് വെച്ചിരിക്കുന്ന സോൾട്ട് ആഡ് ചെയ്യണം. കൂടുതലാണെന്ന് തോന്നും, കൂടുതലൊന്നും അല്ല കേട്ടോ. ഷുഗർ, ഇത് ഒരു പാൽപുട്ടെന്ന് പറഞ്ഞാൽ സ്വീറ്റ് പുട്ടും കൂടിയാണ്. ഷുഗർ ഞാൻ മുഴുവൻ ഇടുന്നില്ല, ഇതിൻ്റെ ഒരു ഹാഫോടെ ഇടുന്നുള്ളൂ. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഉപ്പും ഷുഗറും ഒക്കെ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇടുന്നത്. ഇതിനകത്ത് പൊടിക്കകത്തിടുന്നത് ഒരു 1.5 ടീസ്പൂൺ ഗീ ആണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. ചിലതിന് കൂടുതൽ വെള്ളം വേണം, ചിലതിന് കുറച്ച് മതി. അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ പുട്ട് പൗഡർ ഏത് ബ്രാൻഡിൻ്റെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് നോക്കുക. ഈ ബൗളിലോട്ട് ഞാൻ പാലെടുക്കുന്നുണ്ട്. ഞാൻ പാല് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി തന്നെ ഉണ്ടാക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പാലും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. അത് ഞാൻ അതിനനുസരിച്ച് ഞാൻ എടുത്തേക്കുന്ന പാൽപ്പൊടി ഒരു 4 ടേബിൾ സ്പൂണാണ്. പിന്നെ പാലൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആവശ്യത്തിനനുസരിച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ പൊടിയുടെ ടെക്സ്ചർ അനുസരിച്ച് 1/2 കപ്പിൻ്റെ ആവശ്യമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ. ഇത് നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 15 മിനിറ്റ്സ് നിങ്ങളിത് മാറ്റി വെക്കുക. അപ്പോൾ അത് പുട്ടുപൊടി നല്ലപോലെ ഒന്ന് ആ മോയ്സ്ചറെല്ലാം എടുത്ത് നല്ലൊരു പരുവത്തിൽ ഇങ്ങനെ ഇരിക്കും. ഇനി വേറൊരു പാനിലോട്ട് നമുക്ക് നെയ്യ് വെക്കുക. ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ മോള് ഈ വെജിറ്റബിളിൻ്റെ റോ സ്മെല്ല് ഒക്കെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കട്ട് ചെയ്യാവുന്നതാണ്. ഈ ക്യാരറ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇതിനകത്ത് പിന്നെ ഒരു 3 പിഞ്ചസ് ഒരു ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അധികം അങ്ങോട്ട് വെന്ത് പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ക്യാരറ്റ് ഇങ്ങനെ പിന്നെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ആ ഓറഞ്ച് ഒരു കളറുണ്ടല്ലോ അതങ്ങ് പോകും. നിങ്ങൾക്കത് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഓറഞ്ച് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ പുട്ടുണ്ടാക്കി വരുമ്പോഴത്തേക്കിനെ കാണാനായിട്ട്. വേറൊരു ബൗളിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇടുക. ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് ഇതിനകത്ത് ബാക്കിയുള്ള ഷുഗർ കൂടെ ആഡ് ചെയ്യുക. ഇതിന് ബാക്കി ഷുഗർ നമ്മൾ പുട്ട് പൊടിക്കകത്തിട്ടായിരുന്നു. ബാക്കിയുള്ള മിൽക്ക് പൗഡറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കുക. ഇനി നമ്മൾ നനച്ച് വെച്ചിരുന്ന ഈ പുട്ട് പൗഡർ അതൊന്ന് തുറക്കുക. 15 മിനിറ്റ്സ് മാറ്റി വെക്കാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് അത് മുഴുവനൊന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കട്ടി പിടിച്ച് അവിടെ ഇവിടെയെല്ലാം കിടക്കും. അത് പിന്നെ ലംസായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ എടുക്കുക. ആയിട്ട് ലംസായിട്ട്. അപ്പോൾ അത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ ആ കട്ടയൊക്കെ നല്ലപോലെ ഉടച്ച് പുട്ടിൻ്റെ പരുവത്തിൽ നമ്മൾ നനച്ചെടുക്കുക. ഇത് നമ്മൾ ഈ ചേർത്ത് ഇതിൻ്റെ പുട്ടിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചേർത്ത് ഒരു കയ്യിലിങ്ങനെ ചോറ് നമ്മൾ ഉരുട്ടത്തില്ലേ അതുപോലെ ഉരുട്ടി നല്ലപോലെ അമുക്കി നോക്കുമ്പോൾ അതൊരു ലംബായിട്ട് കയ്യിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് പുട്ടിൻ്റെ മാവ് കറക്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനകത്ത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ഹാഫ് ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 3 സംഭവം റെഡി ആയിട്ടിരിക്കുകയാണ്. ഒന്ന് പുട്ട് പൗഡർ മിക്സ്, ഒന്ന് കോക്കനട്ട് മിക്സ്, മറ്റേത് ക്യാരറ്റ് മിക്സ്. അപ്പോൾ ഇത് 3 കൂടെ മാറി മാറി ഇട്ടാണ് നമ്മുടെ പുട്ട് മോൾഡിൽ ഇട്ടാണ് നമ്മളിത് സ്റ്റീം കയറ്റി എടുക്കുന്നത്. ആദ്യം ഞാൻ ഇടുന്നത് പിന്നെ കോക്കനട്ട് മിക്സാണ് ആദ്യം ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാരറ്റ് മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നിങ്ങളുടെ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് ശേഷം മൂന്നാമതായിട്ട് അരിപ്പൊടി പുട്ടുപൊടി മിക്സ് ഇടുന്നുണ്ട്. ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കൂടിക്കോളണം കേട്ടോ. പിന്നീട് വരുന്ന അപ്ഡേഷനും അടിപൊളി വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് ഞാൻ ശകലം പിന്നെ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. കാരണം എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ പുറത്തോട്ടിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്കിതിനെ സ്റ്റീം ചെയ്ത് എടുക്കണം. പുട്ടിൻ്റെ സ്റ്റീമർ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പുട്ടിൻ്റെ മോൾഡ് വെക്കാവുന്നതാണ്. ഞാനിതിനകത്ത് ഒരു സ്റ്റീമറിനേക്കാളും വലിയ ബേണറാണ് ഞാൻ ആദ്യം കത്തിച്ചത്. അപ്പോൾ അതിന് പറ്റിയ ബേണറിൽ വെക്കണമായിരുന്നു. പിന്നെ ക്യാമറ ആംഗിൾ കിട്ടുമെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിനേക്കാളും ചെറിയ ബേണറിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ച് ഇത് ഞാൻ സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത്രയും ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ക്യാരറ്റ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് എൻജോയ് ചെയ്തവർ കഴിക്കും. ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏത് സ്ഥലത്തിരുന്നാണ് എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ പേര് കമൻറ്റിലൊന്ന് ആഡ് ചെയ്തേക്കണേ. ഇതേ നമ്മളുടെ പുട്ട് ഇവിടെ റെഡിയായി. അതൊരു പാത്രത്തിലോട്ട് തള്ളിയെടുക്കാം. നല്ല അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് അമക്കി പൊട്ടിച്ചോളൂ കേട്ടോ. അതുപോലെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്.